കൊടകരയിൽ സഹോദരി ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 60,000 രൂപ പിഴയും. സഹോദരി ഭർത്താവായ കൊടകര മരത്താംപിള്ളി സ്വദേശി ചെമ്പാട്ടുവീട്ടിൽ രാജനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കൊടകര തേശ്ശേരി സ്വദേശി ഏനാശ്ശേരി വീട്ടിൽ ഗോപാലകൃഷ്ണനെയാണ് ശിക്ഷിച്ചത്. പിഴത്തുക രാജൻ്റെ മകനും ഭാര്യയ്ക്കും നൽകണം. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണമെന്നും ശിക്ഷാവിധിയിൽ വ്യവസ്ഥയുണ്ട്. തൃശൂർ 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് എസ് രമേഷ് കുമാറാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. 2017 മാർച്ച് 15 അർദ്ധരാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി സ്വന്തം മാതാവിൻ്റെ മൃതദേഹത്തിനരികിലിരുന്ന് സഹോദരിമാരെക്കുറിച്ച് ആവർത്തിച്ച് അപവാദം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് രാജനെ വീട്ടിൽ നിന്നും കത്തിയെടുത്ത് കുത്തിക്കൊലപ്പെടുത്തിയത്. അന്നത്തെ കൊടകര CI ആയിരുന്ന കെ സുമേഷാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കൊടകര SI MC ഗോപി, SCPO സുനിൽകുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സഹോദരി ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതിയെ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനിമോൾ, അഡ്വക്കേറ്റുമാരായ NM അശ്വതി, R പ്രവീണ എന്നിവർ ഹാജരായി. SCPO TS സുരേഷ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിധി പറയുന്നതിനായി കേസ് വെച്ചിരുന്നത്. എന്നാൽ പ്രതി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയി. തുടർന്ന് പ്രതിയെ പിടികൂടുന്നതിനായി കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു. ഈ വാറണ്ട് പ്രകാരം കൊടകര SHO ജെർലിൻ വി സ്കറിയയുടെ നേതൃത്വത്തിൽ SCPOമാരായ സജീഷ് കുമാർ, സഖത്ത് എന്നിവർ ചേർന്ന് പ്രതിയെ പിടികൂടി കോടതിയിലെത്തിച്ചാണ് കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്.